നാട്ടിൽ ലോലെസ്നെസ് ഉണ്ടാക്കുന്ന എന്ത് വൃത്തികേടും കാണിക്കുന്നതിന് തയ്യാറാവുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരെ വന്നിട്ടുണ്ടല്ലോ. എത്ര വിവാദം ഇപ്പോൾ വന്നു, കോടതി കിടക്കുന്നു, കാര്യങ്ങളുണ്ട്. എന്തും കാണിക്കാൻ തയ്യാറാവുക, എന്തും ചെയ്യാൻ തയ്യാറാവുക, അതിന് കുറേ ഗുണ്ടകളെയും ഗുണ്ടായുസം കൊണ്ട് നടത്തുക, അതിനെയൊക്കെ സംരക്ഷിക്കാൻ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതരായ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനം. ഇതല്ലാതെ കുറച്ച് എവിടുന്നേലും വന്ന് കുറച്ച് ആളുകൾ ചെയ്തതായിട്ടൊന്നും ഞങ്ങൾ കരുതുന്നില്ല. അത് വളരെ മോശമായ കാര്യമാണ്. പ്രത്യേകിച്ച് വനിതാ മന്ത്രിമാർ ആരായാലും, ഞാൻ പറഞ്ഞു, എം.എൽ. എമാരും മന്ത്രിമാരും രാഷ്ട്രീയ പ്രവർത്തകരും ഇവിടെ കേരളത്തിലെ അത്രയും സ്വതന്ത്രമായി നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമുണ്ടോ? മറ്റ് സ്റ്റേറ്റുകളിൽ പോയി നോക്കണം. അവിടെയൊന്നും ഇങ്ങനെയല്ല. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക തരത്തിൽ ചുമതലയുള്ള മന്ത്രിമാർക്ക് നേരെ ഉൾപ്പെടെ പോലും ഇങ്ങനെ വന്നാൽ നാളെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഇവിടെ മത സമുദായ നേതാക്കന്മാരുണ്ട്, പ്രവർത്തകരുണ്ട്, മറ്റുള്ളവരുണ്ട്. അപ്പോൾ ഈ ആളുകളെ ഭീഷണിപ്പെടുത്തി എന്ത് ഗുണ്ടായുസവും കാണിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അഴിച്ചുവിടാമെന്നാണ് അവർ ധരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അങ്ങേയറ്റം മോശമായ കാര്യമാണ്. എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ശ്രീമതി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ തടവിട്ട് പറയണം. പല സ്ഥലത്തും നടത്തുന്ന പോലെ കേരളത്തിൽ ഈ എന്ത് ഗുണ്ടായുസവും തോന്നിയാസവും കാണിക്കാൻ തയ്യാറാവുന്നവരെയൊന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സമീപനം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല. അത് കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ ഇടപെടേണ്ടതാണ്. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പാർട്ടിക്കകത്ത് വെച്ചേക്കാൻ പാടില്ല, ഒരു ഉത്തരവാദിത്തമുള്ള പാർട്ടിയാണെങ്കിൽ. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു കല്ലെറിയുമ്പോൾ 4 കല്ലല്ല, അതെറിഞ്ഞ കൈയെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. അവരെപ്പറ്റി ഉൾപ്പെടെ സംസാരിക്കണം. ഇത് നാട്ടിലെ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയമൊക്കെ വരും. പക്ഷെ നാട്ടിലൊരു നിയമമില്ലാതെ നാട്ടിൽ നടക്കാൻ പറ്റാത്ത തരത്തിലേക്ക് എവിടെയും ഒളിച്ചിട്ട് നിന്നും ചെയ്യുക. പ്രഖ്യാപിച്ച സമരങ്ങൾ പലതും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടോ? ഞങ്ങൾ പ്രതിഷേധിക്കും, ഞങ്ങൾ കരിങ്കൊടി കാണിക്കും എന്നൊക്കെ പ്രതിഷേധിക്കുന്നുണ്ട്. ഇത് ട്രെയിനിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വഴി കൂടി പോകുമ്പോൾ ഒരു കാര്യമില്ലാതെ എന്തും കാണിക്കുക, അക്രമത്തിലേക്ക് പോവുക. വീട്ടിനകത്ത് എവിടെയും ആക്രമിച്ച് കയറുന്നത് കണ്ടിട്ടുണ്ടോ? എല്ലാവരും ഒറ്റയ്ക്കല്ലേ നടക്കുന്നത്? ഞങ്ങളെല്ലാം ഒറ്റയ്ക്കല്ലേ പോകുന്നത്? ഞങ്ങളെല്ലാം രാത്രിയും പകലും യാത്ര ചെയ്യുമ്പോൾ നാളെ തോക്കുമായിട്ട് ആളെ കൊണ്ടാണ് നടക്കുന്നത്. അതോ അങ്ങനെ നടക്കുന്നൊരു സ്ഥിതി ഉണ്ടാവണോ കേരളത്തിൽ? ഇത് അങ്ങേറ്റം. മന്ത്രി കെ എൻ ബാലഗോപാൽ സംസാരിക്കുകയായിരുന്നു. അങ്ങേറ്റം കടുത്ത ഭാഷയിൽ തന്നെയാണ് എല്ലാ നേതാക്കളുടെയും പ്രതികരണം. അങ്ങനെ കടുത്ത ഭാഷയിൽ പ്രതികരിക്കേണ്ട സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നതും. മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ള പ്രതികരണങ്ങൾ ശക്തമായ ഭാഷയിൽ അപലപിക്കൽ തന്നെയാണ് എല്ലാ നേതാക്കളും. സംസ്ഥാന വ്യാപക പ്രതിഷേധങ്ങൾ ഉണ്ടാവണം എന്ന് ആഹ്വാനം ചെയ്യുകയായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ആരോഗ്യമന്ത്രിയുടെ കഴുത്തിന് ഇപ്പോഴും കഴുത്ത് ഇപ്പോഴും ചികിത്സയിലാണ്, ICUവിലാണ് ഉള്ളത്, അത്യാഹിത വിഭാഗത്തിലാണ്. എക്സ്റേ അടക്കമുള്ള കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ കശേരുക്കൾക്കോ മറ്റോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ആ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അലോഷ്യസ് സേവ നേരത്തെ ഇത്തരത്തിൽ ആരോഗ്യമന്ത്രി കൈയേറ്റം ചെയ്തിട്ടില്ല എന്ന പ്രതികരണത്തിന് പിന്നാലെ ആരോഗ്യമന്ത്രിക്കെതിരെ KSU നേതാവ് മുഹമ്മദ് ഷമ്മാസിന്റെ പ്രതികരണം, മന്ത്രിയുടെ അഭിനയം എന്നാണ് ഷമ്മാസിന്റെ വിമർശനം. ഈ സമയത്ത് അത്തരം പ്രതികരണങ്ങൾ നടത്തുന്നത് നല്ലതാണോ എന്ന് KSU നേതാക്കൾ തന്നെ ആലോചിക്കട്ടെ. കാര്യം അങ്ങേയറ്റം ടെൻസ്ഡായ ഒരു സിറ്റുവേഷൻ അവിടെയുണ്ട്. കണ്ണൂരാണ് സ്ഥലം. അത് ഏതെങ്കിലും തരത്തിൽ ഒരു സംഘർഷാവസ്ഥയിലോട്ട് വഴുതി വീഴൽ നല്ലതിനാവില്ല എന്നത് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിനാണ് CPMന്റെ ആഹ്വാനം. അവിടെ ജില്ലാ ആശുപത്രിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പ് അങ്ങോട്ടേക്ക് എത്തിയതാണ്. ആരോഗ്യമന്ത്രി കെ ശൈലജ നമ്മളോട് നേരത്തെ പറഞ്ഞത് ഡോക്ടർമാരോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യമന്ത്രിക്ക് ഇപ്പോഴും കഴുത്തുവേദനയുണ്ട് എന്ന കാര്യമാണ് കെ ശൈലജ പറഞ്ഞത്. അപ്പോൾ അവിടെ ചികിത്സ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. കൂടുതൽ പരിശോധന അവിടെ ഉണ്ട്. പരിക്ക് എത്രത്തോളം ആഴത്തിലുള്ളതാണ്, പരിക്ക് അത്രയും മാരകമാണ്, ICUവിൽ പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും വലിയ പരിക്ക് ഉണ്ടാവണം മന്ത്രിയുടെ കഴുത്തിൽ. അപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഒരുപക്ഷെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നേക്കാം. നീർക്കുനേർ കയ്യേറ്റം ഉണ്ടായെന്ന് സ്പീക്കർ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ആ നീർക്കുനേർ കയ്യേറ്റത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലുള്ളത് ഒരു KSU പ്രവർത്തകൻ മന്ത്രിക്ക് നേരെ കരിങ്കൊടിയുമായി ചാടുകയും പോലീസ് വളയം തീർക്കുകയും ഒരു ഉന്തുന്തള്ളും ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അതിനുശേഷം മുഖ്യമന്ത്രിയോട് വീണ ജോർജ് സംസാരിക്കും. അതിനുശേഷം കഴുത്തുവേദന അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ആ കാര്യങ്ങളൊക്കെ കണ്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.